ഹായ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാളത്തിൽ നമ്മൾ പറയുന്ന വാചകം അവൻ എഴുതുകയാണ്, അവൾ എഴുതുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോൾ ഇതിനെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഈ പേരൊന്നും കാണാപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല. സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ടെൻസ് ഉണ്ടാക്കുന്ന രീതി സബ്ജക്ട് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സബ്ജക്റ്റിന്റെ കൂടെ ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ വയ്ക്കും. ആം ഐക്ക് വേണ്ടി മാത്രം, ഞാൻ, അതിനുവേണ്ടി മാത്രമാണ്. ഈസ് സിംഗുലറിന് വേണ്ടിയാണ്. ആറ് പ്ലൂറലിന് വേണ്ടിയാണ്. അതിന്റെ കൂടെ വെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം വയ്ക്കും. ബേസ് ഫോം വെച്ചിട്ട് ബേസ് ഫോമിന്റെ കൂടെ ING 3 അക്ഷരങ്ങളും കൂടി കൂട്ടിച്ചേർക്കും. അതിന് ING ഫോം എന്നൊക്കെ പറയും. അപ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വാചകം കണ്ടു, ഹി ഈസ് റൈറ്റിംഗ്, അവൻ എഴുതുകയാണ്. മലയാളത്തിൽ എഴുതുകയാണ് ഒരു വാക്കാണ്, ഒരു വാക്കേ ഉള്ളൂ. ഇംഗ്ലീഷിൽ പക്ഷെ 2 വാക്കുകളുണ്ട്. ഈസ് റൈറ്റിംഗ് എന്ന് പറയുന്നതാണ് മലയാളത്തിലെ എഴുതുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇന്ന് നമ്മൾ കാണുന്നത് ഇതിന്റെ ചോദ്യമാണ്. അവൻ എഴുതുകയാണ്. ചോദ്യം മലയാളത്തിൽ അവൻ എഴുതുകയാണോ? നമ്മൾ മലയാളത്തിൽ ചോദ്യം ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്, അവൻ എഴുതുകയാണോ. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ നേരത്തെയും കണ്ടു, ഈ വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുന്നിലിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്, ചോദ്യം ഉണ്ടാക്കുന്നത്. ഈസ് റൈറ്റിംഗ് എന്നുള്ളതാണ് വേർബ്. ഈസ് റൈറ്റിംഗ് എന്നുള്ളതാണ് ഈ വെർബ്, ക്രിയ. അതില് ഈസ് എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ ചോദ്യമായി. എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കൂടി ഇട്ടേക്കുക. ഇവിടെ നോക്കുക, ഈസി റൈറ്റിംഗ്, ഈസി റൈറ്റിംഗ്, അവൻ എഴുതുകയാണോ, അവൻ എഴുതുകയാണ്. ഈസി റൈറ്റിംഗ്, ഈസി റൈറ്റിംഗ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ പറയണം. ഈസി റൈറ്റിംഗ് അല്ല, ഈസി റൈറ്റിംഗ് അല്ല, ഈസി റൈറ്റിംഗ്. ഈസി എന്നുള്ളത് എപ്പോഴും ഒരുമിച്ച് പറയുക. ഓക്കെ, നമുക്ക് നോക്കാം. ഈസി റൈറ്റിംഗ് എ സ്റ്റോറി, ഈസി റൈറ്റിംഗ് എ സ്റ്റോറി, അവനൊരു കഥ എഴുതുകയാണോ. ഈസി കട്ടിംഗ് എ ട്രീ, അവനൊരു മരം മുറിക്കുകയാണോ. ഈസി പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുകയാണോ. ഈസി ടീച്ചിങ് ഇംഗ്ലീഷ്, അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ. ഈസി ക്ലീനിങ് മൈ റൂം, അവൻ എൻ്റെ മുറി ക്ലീൻ ചെയ്യുകയാണോ. ഈസി റീഡിങ് എ ബുക്ക്, അവനൊരു പുസ്തകം വായിക്കുകയാണോ. ഈസി ഡൂയിങ് ഹിസ് ഹോംവർക്ക്, ഈസി ഡൂയിങ് ഹിസ് ഹോംവർക്ക്, അവൻ അവന്റെ ഹോംവർക്ക് ചെയ്യുകയാണോ. ഇനി ഷീ വെച്ച് അവൾ, ഈസ് ഷീ റൈറ്റിംഗ് എ സ്റ്റോറി, ഈസ് ഷീ റൈറ്റിംഗ് എ സ്റ്റോറി, അവൾ ഒരു കഥ എഴുതുകയാണോ. ഈസ് ഷീ കട്ടിംഗ് എ ട്രീ, അവൾ ഒരു മരം മുറിക്കുകയാണോ. ഈസ് ഷീ പ്ലേയിങ് ഫുട്ബോൾ, അവൾ ഫുട്ബോൾ കളിക്കുകയാണോ. ഈസ് ഷീ ടീച്ചിങ് ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ. ഈസ് ഷീ ക്ലീനിങ് മൈ റൂം, അവൾ എൻ്റെ മുറി ക്ലീൻ ചെയ്യുകയാണോ. ഈസ് ഷീ റീഡിംഗ് എ ബുക്ക്, അവൾ ഒരു പുസ്തകം വായിക്കുകയാണോ. ഈസ് ഷീ ഡൂയിങ് ഹെർ ഹോംവർക്ക്, ഈസ് ഷീ ഡൂയിങ് ഹെർ ഹോംവർക്ക്, അവൾ അവളുടെ ഹോംവർക്ക് ചെയ്യുകയാണോ. ഇനി രാജു വെച്ചല്ലേ, ഈസ് രാജു റൈറ്റിംഗ് എ സ്റ്റോറി, ഈസ് രാജു റൈറ്റിംഗ് എ സ്റ്റോറി, രാജു ഒരു കഥ എഴുതുകയാണോ. ഇവിടെ ശ്രദ്ധിക്കുക, മലയാളത്തിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം, രാജു ഒരു കഥ എഴുതുകയാണോ. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെ പേരൊന്നും പറഞ്ഞ് സാധാരണ ചോദിക്കാറില്ല. ചോദിക്കാം, രാജുവിന് പകരം ഹി എന്ന് വയ്ക്കും. സീത സ്ത്രീ ആയതുകൊണ്ട് ഷീ വയ്ക്കും. ഇവരെ കുറിച്ച്, രാജുവിനെ കുറിച്ചോ സീതയെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ആ പേര് പറയില്ല. അതിന് പകരം രാജുവിന് പകരം ഹി വയ്ക്കും, സീതയ്ക്ക് പകരം ഷീ വയ്ക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതെല്ലാം വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട, ഇത് തന്നെ വെച്ച് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ വാചകങ്ങൾ ഉണ്ടാക്കാൻ നോക്കണം, പല വേർബ്സ് ഒക്കെ ഉപയോഗിച്ച്. അവൾ ഉറങ്ങുകയാണോ, ഈസ് ഷീ സ്ലീപ്പിംഗ്. അവൾ വരികയാണോ, ഈസ് ഷീ കമ്മിങ്. അവൾ ജോലി ചെയ്യുകയാണോ, ഈസ് ഷീ വർക്കിംഗ്. അവൾ പാചകം ചെയ്യുകയാണോ, ഈസ് ഷീ കുക്കിംഗ്. അവൻ ജോലി ചെയ്യുകയാണോ, ഈസ് ഹി വർക്കിംഗ്. അവൻ പഠിക്കുകയാണോ, ഈസ് ഹി സ്റ്റഡിയിങ്. അവൻ ചിരിക്കുകയാണോ, ഈസ് ഹി ലാഫിംഗ്. അവൻ ഓടുകയാണോ, ഈസ് ഹി റണ്ണിങ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ഇല്ലാതെ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. ഭാഷ വളരെ എളുപ്പമാണ്. ഒരെണ്ണം മനസ്സിലാക്കി അതേപോലെ തന്നെയാണ് മറ്റു വാചകങ്ങളും. ഒരാളെ കൂടി കണ്ടെത്തി മലയാളം ഇംഗ്ലീഷ് അങ്ങനെ 10 പ്രാവശ്യങ്ങൾ ഓരോ വാചകം 1/2 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പഠിക്കേണ്ട കാര്യമേ ഇല്ല, മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. വെർബ്സിന്റെ ലിസ്റ്റ് ഉണ്ട്,
എന്നുള്ള ലിസ്റ്റിൽ നിന്ന് കുറച്ച് വാക്കുകളെങ്കിലും വെർബ്സ് എങ്കിലും പഠിക്കണം. ഈ 4 ഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവ ഉപയോഗിച്ചാണ് ഇംഗ്ലീഷിലെ പരിപാടികളൊക്കെ. പുതിയ വാക്കുകളും പഠിക്കാൻ നോക്കണേ. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ വെർബുകളാണ് കാണുന്നത്. വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ, വരിക, പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള്. അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് മലയാളത്തില് എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക, അങ്ങനെ ഒത്തിരി രൂപങ്ങൾ. എഴുതുക, എഴുതും, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ടായിരുന്നു, എഴുതുവാൻ, എഴുതുമായിരുന്നു, എഴുതണമായിരുന്നു, അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലുണ്ട് ധാരാളം ഫോംസ്, രൂപങ്ങളുണ്ട്. അതിൽ 4 എണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ. അതേതൊക്കെയാണ്? ഫോം എന്ന് വെച്ചാൽ രൂപം. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഈ 4 രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ 4 എണ്ണത്തില് ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസും മറ്റും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 എണ്ണം അറിഞ്ഞിരിക്കണം, എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ ഉദാഹരണമായിട്ട് ബേസ് ഫോം അല്ലെ, ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന വെർബ് എടുക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? എഴുതുക. പ്രസന്റ് ഫോമില് റൈറ്റ് ഉണ്ട്, റൈറ്റ്സും ഉണ്ട്. ഇത് പ്ലൂറലാണ്, ഇത് സിംഗുലർ ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു. ഇത് രണ്ടുപേരും അർത്ഥം മലയാളത്തില്. പല കുട്ടികളും പ്രസന്റ് ഫോമില് ചോദിക്കുമ്പോൾ അവര് എഴുതുക എന്ന് പറയും. അത് തെറ്റാണ്. ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ്. എഴുതുക എന്നുള്ളത് ബേസ് ഫോമാ. ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ്? വാക്ക് എന്താണ്? റോട്ട്. അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ട്, അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം. അതിന് പല അർത്ഥങ്ങളുണ്ട്, മാറി മാറി വരും. പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക, ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും, ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ വെർബുകൾക്ക് ഒരെണ്ണത്തിനൊഴികെ, ബി എന്ന വെർബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ്. സ്പെല്ലിങ്ങും ഉച്ചാരണമൊക്കെ ഒരേപോലെ തന്നെയാണ്. ഏത്? ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും. അർത്ഥം വ്യത്യാസമുണ്ട്. ബേസ് ഫോമിൽ എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ, പ്രസന്റ് ഫോമിൽ റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 1,70,70,000-ലധികം വെർബുകൾ, ക്രിയകളുണ്ട്. അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച്, ബി എന്നൊരു വെർബ് ഉണ്ട് ഇംഗ്ലീഷില്, അത് ഒഴിച്ച് ബാക്കി എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെ, ഒരേ സ്പെല്ലിംഗ്, ഒരേ ഉച്ചാരണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല. നമ്മൾ ഇത് 3 പഠിക്കുന്നത്. അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കം, കെയിം, കം, ഗോ, വെൻ, ഗോൺ, അത് തന്നെ സാധനം. പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി, ഇംഗ്ലീഷിൽ നേരത്തെ പറഞ്ഞു 1,70,70,000 വെർബ്സ് ഉണ്ട്. അതിൽ ഭൂരിഭാഗം വെർബുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കൂട്ടിച്ചേർത്താണ്. ഒരിക്കൽ കൂടി പറയട്ടെ, ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വെർബുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത് ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോമിന്റെ ഈ പ്ലൂറലിനോടുകൂടെ കൂട്ടിച്ചേർത്താണ്. അല്ലാതെ കുറെ വെർബ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ അതാണ് നമുക്ക് ഒത്തിരി ഉപയോഗിക്കുന്നത്. അതിലൊരു ഒരെണ്ണമാണ് ഇത്, റൈറ്റ്, റോട്ട്, റിട്ടൺ. ഇത് മൂന്ന് രീതിയാണ്. റൈറ്റ് ഇത് വേറെ രീതി, റോട്ട് ഇത് റിട്ടൺ. ഓക്കെ, അപ്പൊ നമ്മളിത് 3 പഠിക്കുകയുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ കമ്മിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വരിക. ബേസ് ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും. പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കും അർത്ഥം. ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മളിത് 3 സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നമ്മളൊരു 16 ലിസ്റ്റ് വെർബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സ് ആണ്. ഇടിയും ചേർത്തതും ഉണ്ട്, പിന്നെ ഈ പ്രത്യേകതയുള്ള വെർബ്സും ഉണ്ട്. അത് നമ്മൾ പഠിക്കണം. വെർബുകളുടെ ലിസ്റ്റില് 5ാമത്തെ ലിസ്റ്റാണ് നമ്മൾ ഇന്ന് കാണുന്നത്. വെർബുകൾക്ക് ധാരാളം രൂപങ്ങളുണ്ട്. 4 രൂപങ്ങൾ, ഫോംസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ കാണുകയുണ്ടായി. ബേസ് ഫോം, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പൊ ഇതിൽ നമ്മൾ 3 ഫോമേ പഠിക്കുകയുള്ളൂ, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കാരണം ബേസ് ഫോമും
പ്രസന്റ് ഫോം പ്ലൂറലും ഒരേപോലെയാണ് ഇരിക്കുന്നത്, വെർബ് ബി ഒഴിച്ച് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ബേസ് ഫോം പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടതില്ല. അപ്പൊ ഞാൻ വായിക്കുകയാണ്. bend bend bend, send send send, spend spend spend, lend lend lend. ഈ വാക്കുകള് വെർബുകളെ ശ്രദ്ധിക്കുക. ഇവിടെ ഡി എന്നോ ഇ ഡി എന്നോ ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കണം. ഇങ്ങനെയുള്ള വെർബുകളൊക്കെ ഒന്നുകിൽ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് പ്രസന്റ് ഫോം പ്ലൂറലിന്റെ കൂടെ ചേർത്താണ് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഉണ്ടാക്കുന്നത്. നമ്മളത് വായിക്കുകയാണ്. ആർഗ്യൂ ആർഗ്യൂഡ് ആർഗ്യൂഡ്, അപ്പിയർ അപ്പിയേർഡ് അപ്പിയേർഡ്, avoid avoided avoided, boast boasted boasted, bow bowed bowed, chase chased chased, cheat cheated cheated, confess confessed confessed, consider considered considered, discover discovered discovered, deceive deceived deceived, encourage encouraged encouraged, explain explained explained, frighten frightened frightened, gather gathered gathered, happen happen happened, hate hated hated, imagine imagined imagined, inform informed informed, kick kicked kicked, kill killed killed, marry married married, melt melted melted, observe observed observed, പ്ലാൻ പ്ലാന്റഡ് പ്ലാന്റഡ്. ഇത് നിങ്ങൾ ആവർത്തിച്ച് പഠിക്കണേ. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെർബ്സുകളുടെ ലിസ്റ്റിൽ പെട്ടതാണ് ഇവയെല്ലാം. ഇത് നിങ്ങൾ പഠിക്കണം, അർത്ഥം പഠിക്കണം, അതിന്റെ പ്രത്യേകതകളും പഠിക്കണം. ഓക്കെ.